അപ്പോൾ ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ സാമ്പാറാണെന്നും നമുക്ക് ആഴ്ചയിൽ 2 ദിവസം സാമ്പാർ ഉണ്ടാവും നമുക്ക്. പിന്നെ അത് രാവിലെ സാമ്പാറിനൊക്കെ താളിച്ചൊക്കെ ഇട്ട് മല്ലിയിലേക്ക് ഇടും കേട്ടോ. ഞങ്ങൾ മല്ലിയില ഇല്ലാത്തൊരു സാമ്പാറില്ല, ഞങ്ങൾക്ക് സ്ഥിരം മല്ലിയില ഞങ്ങൾക്ക് ഉണ്ടാകുന്നു. അത് ഫ്രിഡ്ജിൽ ഇങ്ങനെ മേടിച്ച് വെച്ചേക്കണം. സാമ്പാറിന് പിന്നെ ഇറച്ചിക്കൊക്കെ ചിക്കൻ ഉണ്ടാക്കുമല്ലോ, ചിക്കനിലൊക്കെ ഇടും. പിന്നെ ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ട് അത് പുളി ഉപ്പൊക്കെ ബാലൻസ് ചെയ്യാൻ. പിന്നെ സാമ്പാറിന് ഞങ്ങൾ മിക്കപ്പോഴും ശർക്കര ഇടും. ശർക്കര ഒത്തിരി ഇടില്ല, ചെറുതായിട്ടിടും. അപ്പോൾ അത് സാമ്പാർ വേണ്ടാത്ത ഒരാളുണ്ട് അവിടെ. അപ്പോൾ അതിന് വേണ്ടി നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതിനും കുറച്ച് അരിയൊക്കെ എടുത്ത് വെച്ച് വേവിച്ച് അതൊക്കെ റെഡിയാക്കി കേട്ടോ. പിന്നെ അത് ചോറൊക്കെ എടുത്തുകൊണ്ടിരിക്കണേന്ന് ആദ്യം പോണവർക്കൊക്കെ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒക്കെ ഡ്യൂട്ടി എനിക്കാണ്. പിള്ളേർ കുറച്ച് ജോലിയൊക്കെ ചെയ്തിട്ട് അവർ റെഡിയാകാനൊക്കെ പോയേക്കാണ്. അപ്പോൾ അത് സാലഡ് എന്നെ കരിഞ്ഞു വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറിന് സാലഡും മുട്ടത്തോരനാണ് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഉണ്ണി അഞ്ചുമൊക്കെയാണ് രാവിലെ തന്നെ പോണത്, 8 മണിയാകുമ്പോൾ തന്നെ പോണ ആൾക്കാർ. അപ്പോൾ അവർക്ക് ചോറൊക്കെ എടുക്കാൻ പോണേണ്. എല്ലാം പാത്രത്തിലൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത ഇച്ചക്കൂട്ടിന് ദോശ ഉണ്ടാക്കണം. ഇച്ചക്കൂട്ടിന് ദോശ ചിലപ്പോൾ കഴിക്കും, നല്ല മുരുമുരാന്നുള്ള ദോശയാവും കഴിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അഞ്ച് ഓടി വന്നായിരുന്നു. അഞ്ച് പെട്ടെന്ന് ധൃതിയാണ്, പോകാൻ നേരത്തെ എപ്പോഴും ധൃതിയായിരിക്കുമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഈ മാവെടുത്ത് ഇഡ്ഡലി മാവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യമുണ്ട്, ദോശ ഉണ്ടാക്കാം, ഇഡ്ഡലി ഉണ്ടാക്കാം. ഇപ്പോൾ ഇവിടെ എപ്പോഴും ഇതാണ് കേട്ടോ, ദോശ ഉണ്ടാക്കും, ഇഡ്ഡലി ഉണ്ടാക്കും. ആ ദോശ തട്ടുദോശ പോലെ ഉണ്ടാക്കും, അല്ലാണ്ട് വലുതായിട്ടുള്ള ദോശ ഉണ്ടാക്കും. ഇതേപോലെ നെയ്യൊക്കെ ഒഴിച്ച് അങ്ങനെ ഉണ്ടാക്കും. ഇവിടെ 3 സൈസൊക്കെ ഇവിടെ ഉണ്ടാക്കണത്. ഇപ്പോൾ ഒത്തിരി സമയം പോണത് അങ്ങനെയാണ് ഞങ്ങളുടെ. ഇപ്പോൾ ഈച്ചക്കൂടം ഇതാ ഉണ്ടാക്കി വെച്ചേക്കണം. ഈച്ചക്കൂടം ചിലപ്പോൾ ഒടിച്ചൊടിച്ച് കഴിക്കും. ഇനി സ്കൂളിൽ കൊണ്ടുപോകാൻ ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ അവൻ കഴിച്ചോളൂ കേട്ടോ. അതിനിടയ്ക്ക് ആ മുട്ടത്തോരനും ഉണ്ടാക്കിയായിരുന്നു. പിന്നെ അതൊക്കെ ഇനി അതിൻ്റെ ചോറൊക്കെ എടുക്കുകയാണ്. ഇപ്പം മറ്റവരൊക്കെ പോയി, പിള്ളേർ 5 പോയി. ഇനി പോയി കഴിഞ്ഞിട്ട് അടുത്ത ആൾക്കാർ പോകണേണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇനി ഉച്ചക്കത്തെ പരിപാടി.